പക്ഷേ എന്നാലും ഞാനിരുന്ന് കണ്ടു. കാരണം ആ സമയത്ത് കുറച്ചധികം പ്രൊഫഷണലായിട്ട് ജോലി സംബന്ധമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ എനിക്കുണ്ടായിരുന്നു. പിന്നെ ജീവിതത്തിലും കുറച്ചധികം സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം എൻ്റെ ആരോഗ്യപരമായിട്ട്, പിന്നെ അതുപോലെ കാശിൻ്റെ കുറച്ച് പ്രയാസം, ഒരു വീട് വെക്കാനുള്ള ഒരു പ്രക്രിയ തുടങ്ങിയതിൻ്റെ ഒരു പ്രശ്നം, പിന്നെ കുറേ പൈസ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയതിൻ്റെ, കുറച്ച് നഷ്ടം വന്നതിൻ്റെ, അങ്ങനെ ഒരുപാട് പ്രശ്നം. ഔദ്യോഗിക ജീവിതം എന്ന് പറയുന്നത് ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. ഒരുപാട് ടെൻഷൻ, മാനസിക സമ്മർദ്ദം, ഒരുപാട് വലിയ ശത്രുത, സമൂഹത്തിൽ നിന്ന് തന്നെ പത്രമാധ്യമങ്ങളിൽ നിന്നുള്ള ചെലുവാരിയേറിയൽ, അങ്ങനെ ഒരുപാട് സമ്മർദ്ദങ്ങളിലൂടെ എനിക്ക് BP ഒക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് ഹൈ ആയിട്ട് ഭയങ്കര ഒരു പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇതുപോലെയുള്ള ഒരു ദൈവം കൊണ്ട് തന്നതുപോലെ ഒരു വഴിത്തിരിവ് എൻ്റെ മുന്നിൽ വരുന്നതും. അപ്പോൾ ശരി, ആധ്യാത്മികം എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ വലിയ സമാധാനം വരികയും, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് 1-2 വർഷത്തേക്ക് ഞാൻ കഷ്ടപ്പെട്ടു. ഞാൻ പല രീതിയിലുള്ള മെഡിറ്റേഷൻസ് റിസർച്ച് ചെയ്ത് പഠിച്ച്